എല്ലാ പ്രേക്ഷകർക്കും ആസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക, അത് നടക്കുമോ എന്ന് പറയുന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ നായ ഫയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ മനസ്സിലൊരു കാര്യത്തെക്കുറിച്ച് ഒരുപാട് കാലമായിട്ടൊരാഗ്രഹമുണ്ട്. അത് നടക്കാതെ മനസ്സിൽ നിന്നെല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ആ ആഗ്രഹം നടക്കില്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു. നടക്കുമെന്ന് നിങ്ങൾ കരുതിയ, ആഗ്രഹിച്ച, എല്ലാവരും ഉറപ്പിച്ച ഒരു കാലഘട്ടത്തിൽ അത് നടന്നില്ല. അങ്ങനെ പിന്നീട് പലപ്പോഴും നിങ്ങളിങ്ങനെ അതിനെക്കുറിച്ച് ആഗ്രഹിച്ചു. പക്ഷേ അത് നടക്കാതെ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാകുന്നു നടക്കണമെന്ന്. പക്ഷേ സാധ്യതകൾ അടുത്തു വരുമ്പോഴും നിങ്ങൾക്ക് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ അത് കടന്നു പോകുന്നു. അങ്ങനെ പോയി നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. കാര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ അടുത്ത് വന്നിരുന്നു. പക്ഷേ നടക്കാനുള്ള സാധ്യത, അത് എപ്രകാരം നടക്കുമെന്നുള്ള കാര്യം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ജീവിതം കടന്നു പോകുമ്പോഴാണ് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അറിവ് ലഭിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ആഗ്രഹം, നിങ്ങൾ ഒരുപാട് നാളായി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം, അത് നടക്കാൻ പോവുകയാണ്. അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പോലും വിശ്വസിക്കുന്നില്ല അത് നടക്കുമെന്ന്. അത് നടക്കില്ല എന്ന് പറഞ്ഞ് അവർ എഴുതി തള്ളിയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ നിന്നും ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട്. കാരണം കുറേ കാലം ആഗ്രഹിച്ചു, പക്ഷേ നടക്കാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് വിഷമമായി. ഇനി അത് നടക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു. പക്ഷേ അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ, അത് നടക്കും എന്നുള്ളതിലേക്കാണ് പോകുന്നത്. കാരണം ആ ആഗ്രഹം നിങ്ങളുടെ ഏറ്റവും ലളിതമായ ആഗ്രഹമാണ്. ആരെയും തകർക്കാനോ നശിപ്പിക്കാനോ ഒന്നുമല്ല. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒന്ന് ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അത് മറ്റുള്ളവരിൽ നിന്നും തട്ടിയെടുക്കാനൊന്നുമല്ല, മനസ്സിൻ്റെ ഒരു പ്രതീക്ഷയാണ്. ഒരുപാട് ആഗ്രഹമാണ്, ആരെയും നശിപ്പിക്കാനുമല്ല. പക്ഷെ ആഗ്രഹിച്ച് അതൊരു വലിയ ആഗ്രഹമായി മാറി. പക്ഷെ അത് സാധിക്കും. പ്രതീക്ഷ നഷ്ടപ്പെട്ട മനസ്സിൽ നിൽക്കുന്ന നിങ്ങൾ ഉണരുക. നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും നടക്കും. കുറേ കാലം വൈകിയത് കൊണ്ട് നിങ്ങൾക്ക് തന്നെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ചുറ്റുമുള്ള ആളുകൾ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ, അവർക്കൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പക്ഷേ ഓർക്കാപ്പുറത്തത് സാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് കുറുക്കൻ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ്. നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിച്ചിരുന്നു. ഒരു കാര്യമല്ല, പല കാര്യങ്ങളും ആഗ്രഹിച്ചിരുന്നു. നടക്കുമെന്ന് നിങ്ങൾക്ക് അമിതമായൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾക്കതിനുള്ള നിലവാരം ഉണ്ടായിരുന്നു. നിങ്ങൾക്കതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. മറ്റുള്ളവരെക്കാൾ കൂടുതൽ അതിന് അർഹയൊക്കെ നിങ്ങളായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്കത് ലഭിക്കാതെ പോയി. ആളുകൾ ഒരുപാട് അധിക്ഷേപിച്ചിട്ടുണ്ട് നിങ്ങളെ. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ തുറന്നു പറഞ്ഞു മറ്റുള്ളവരോട്, ഞാനത് നേടാൻ പോവുകയാണ്. ആത്മവിശ്വാസം കൂടുതൽ കൊണ്ടായിരിക്കാം. നിങ്ങൾക്കാണ് ഏറ്റവും ബുദ്ധിയെന്ന് നിങ്ങളും നനച്ചിരിക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ സത്യവും ഉണ്ടായിരുന്നു. മറ്റുള്ളവരെക്കാൾ അറിവും പ്രാപ്തിയും ഉണ്ടായിട്ടും മറ്റുള്ളവരെക്കാൾ നേരത്തെ കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടു. ഒന്ന്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് സൂക്ഷ്മതക്കുറവുണ്ട്, ഇല്ലയെന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ മുകളിലുള്ള ശക്തിയെ പ്രതീക്ഷിക്കാതെ എല്ലാം അങ്ങോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു മനസ്സിൽ. ചിലത് പുറത്ത് പറയുകയും ചെയ്തു. അതൊരു വീഴ്ചയായിരുന്നു. അമിതമായ ആത്മവിശ്വാസം നിങ്ങൾക്ക് ചില നിരാശകളും ചില തകർച്ചകളൊക്കെ നൽകി. പക്ഷെ നിങ്ങൾ
അത് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് അതിനുള്ള അർഹത ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ അർഹത ഇല്ലാതാക്കാനോ ആ അർഹത മാറ്റിമറിക്കാനോ ഒന്നും ആർക്കും സാധിക്കില്ല. നിങ്ങൾക്കതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നു, എന്നിട്ടും അത് നിഷേധിക്കപ്പെട്ടു. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമം തോന്നി, ദുഃഖം തോന്നി. ഞാനങ്ങനെ അർഹമായ ഒരാളായിട്ട് പോലും എനിക്കത് നിഷേധിക്കപ്പെടുന്നു എന്നൊരു ചിന്ത നിങ്ങളിലും ഉണ്ടായി. പക്ഷേ ഇപ്പോൾ അത് ലഭിക്കുന്നു. പക്ഷെ അപ്പോൾ നിങ്ങൾ ഒരു മെച്യൂരിറ്റി വന്നിരിക്കുന്നു. മുമ്പ് ലഭിച്ചതിനേക്കാൾ കൂടുതൽ നേട്ടവും ആത്മസന്തോഷവും നിങ്ങൾക്ക് ലഭിക്കും. കാരണം പക്വതക്കുറവുകൊണ്ട് പലതും വിളിച്ചു പറഞ്ഞ് ഒക്കെ നടന്ന കാലഘട്ടം നിങ്ങൾ മാറ്റിയിരിക്കുന്നു. മാത്രമല്ല അഹങ്കരിക്കുന്നില്ല നിങ്ങൾ. ഇപ്പോഴാണ് ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ നേട്ടമായി മാറുന്നത്. പ്രതീക്ഷകൾക്കൊക്കെ ഒരടക്കം വന്നു. ആ സമയത്താണ് കിട്ടിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡിലേക്ക് നിങ്ങളെത്തി. പക്ഷെ ആ സമയത്ത് അതിൻ്റെ യഥാർത്ഥ സൗഭാഗ്യം വരും. ചിലപ്പോൾ അതൊരു ജോലിയായിരിക്കാം, ചിലപ്പോൾ ഒരു അധികാര സ്ഥാനമായിരിക്കാം, ചിലപ്പോൾ ആഗ്രഹിച്ചതാകാം. പക്ഷെ അത് ലഭിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചൊരു വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം. അല്പസ്വല്പം നിങ്ങളെ ഒന്ന് വട്ടം കറക്കിയതിന് ശേഷം അത് നിങ്ങൾക്ക് നൽകുന്നു. വളരെ പോസിറ്റീവായിട്ട് പോകും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.